ഇനി ഒരിക്കലും നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ. ആ നിമിഷം തന്നെ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 19 വാക്യത്തിലെ ഒരു ചെറിയൊരു ഭാഗം. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. യേശുവും ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ യേശുവിന് വിശന്നു. യേശു അത്തിവൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. അത്തിവൃക്ഷത്തിൽ ഇലയല്ലാതെ ഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ആ സമയത്താണ് ഈ വചനം, ഈ വാക്യം കർത്താവ് പറയുന്നത്. അത്തിവൃക്ഷത്തിൻ്റെ കാലത്തല്ലായിരുന്നിട്ട് പോലും യേശു ഫലം അന്വേഷിച്ച് അത്തിവൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ദൈവം നോക്കിക്കാണുമ്പോൾ, നമ്മൾ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം നോക്കിക്കാണുമ്പോൾ നിന്നിൽ ഫലമുണ്ടോ എന്ന് കർത്താവ് അന്വേഷിക്കുകയാണ്. നീ ആഗ്രഹിക്കുമ്പോഴല്ല ഫലം നൽകേണ്ടത്, മറിച്ച് ദൈവം നിന്നെ നോക്കിക്കാണുമ്പോൾ എപ്പോഴും ഫലമുള്ളവനായി നീ നിൽക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. സമൃദ്ധമായി 60 മേനിയും 100 മേനിയും ഫലമുള്ളവനായി കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബത്തിൽ നമ്മളെപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ മാറണം. സ്നേഹത്തിൻ്റെ ഫലം, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട്, വരങ്ങൾ കൊണ്ട്, കൃപകൾ കൊണ്ട് നീ നിറയപ്പെടുമ്പോൾ നിന്നിലെ ഫലം ഈ ലോകത്തിൽ കൊടുക്കുവാനായി നിനക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നൊരു ചിന്തയുണ്ട്, എനിക്കിപ്പോൾ സ്നേഹിക്കാൻ പറ്റില്ല, എനിക്കിപ്പോൾ കരുണ കാണിക്കാൻ പറ്റില്ല. എല്ലാം നമ്മൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ സർവശക്തനായ ദൈവം ഇന്ന് നമ്മെ അത്തിവൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് വന്നതുപോലെ ഇന്ന് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നാൽ, ഞാൻ എന്ന മരം ഫലമുണ്ടോ? ചിന്തിക്ക്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.